ഇത് ഈ പറയുന്നൊന്ന് കേട്ടോണേ. വളരെ രഹസ്യമായി, വളരെ ഡിസ്ക്രീറ്റായി നിരവധി കമ്പനികളിൽ ഫോഴ്സ്ഫുൾ റെസിഗ്നേഷൻ അല്ലെങ്കിൽ നിർബന്ധിത പിരിച്ചുവിടൽ. ഇതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. 10-15 കൊല്ലം വർക്ക് ചെയ്ത് അവരെ വർക്കൊക്കെ നല്ല ലൈവാക്കി കമ്പനിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അവർ കറിവേപ്പില പോലെ ഈ ആൾക്കാരെയൊക്കെ അങ്ങ് പറഞ്ഞു വിടും. ഓരോന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു വിടും. PIP ചുമത്തി PIP എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ പെർഫോമൻസ് മോശമായത് കൊണ്ടാണല്ലോ കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പൈസ എക്സ്ട്രാ തരണ്ടല്ലോ. ഇഷ്ടത്തിലാണ്, വർക്കില്ല, മഞ്ഞാണ്, മഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിൽ കുരുക്കി പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് റോങ് അല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് ഒരുപാട് എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്ന പരിപാടി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ PIP എന്ന് പറഞ്ഞ സംഭവം എല്ലാ കമ്പനികളിലും ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിരുന്നാലും പ്രത്യേകതരം കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാൻ എന്നുള്ള പരിപാടി ചടങ്ങിനകത്തുനിന്ന് നമ്മൾ ഒഴിവായി കിട്ടുള്ളൂ. ആദ്യം വേണ്ട സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് മൂട് താങ്ങാൻ അറിയണം. തൊട്ടടുത്ത ലെവലിലുള്ള ആൾക്കാരെ ആയിരുന്നാലും നമ്മൾ മൂട് താങ്ങി നിൽക്കണം. ആ സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ എത്രയൊക്കെ നിങ്ങൾക്ക് എന്ത് തേങ്ങ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഈ സ്കില്ലില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഈ കഷ്ടപ്പെട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ എംപ്ലോയീസ് ഉണ്ട്. അവരെ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഓരോ റീസൺ പറഞ്ഞു വിടരുത്. പറഞ്ഞു വിട്ടാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ വേണം. അവർക്ക് അനുകൂലമായിട്ടുള്ള കാശ് കൊടുത്തു വേണം അവരെ പറഞ്ഞു വിടാൻ. ഇത്രയും കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ട് ഈ സംഭവത്തിൽ പിടിച്ചിട്ടിട്ട് പറഞ്ഞു വിടുന്നതിനും കാട്ടി അന്തസ്സായിട്ട് ഇറങ്ങി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, ഇൻക്ലൂഡിങ് മീ. കാര്യം നമുക്ക് ജോബ് അഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ വീണ്ടും ചവിട്ടി തെച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വല്ല ചായയും ബൺമസ്കയൊക്കെ തിന്ന് ചായയും ബൺമസ്കയൊക്കെ വിറ്റ് ജീവിക്കാം.